വീണ്ടും ഞാനൊരു മാപ്പിന് മുന്നിൽ വന്നിരിക്കുന്നു. എന്താ കാര്യമെന്ന് പ്രേക്ഷകർക്കറിയാം. കാലാവസ്ഥയല്ല, നമ്മളുടെ കൊച്ചിയുടെ തീരത്ത് നിന്നും 70 കിലോമീറ്റർ അകലെ 38 നോട്ടിക്കൽ മൈലിൽ ചരിഞ്ഞ MSC എൽസ3 എന്ന കപ്പൽ, അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ എവിടെയൊക്കെയാണ് എത്തിച്ചേരാൻ സാധ്യതയുള്ളത് എന്നതിൻ്റെ ഏറ്റവും പുതിയ സാധ്യത മാപ്പിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. പ്രോബബിലിറ്റി ഞാനൊന്ന് പറയാം. എവിടേക്കൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റെഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രദേശമുണ്ട്. കൊച്ചി മുതൽ ഈ പ്രദേശത്ത് ആലപ്പുഴ ഭാഗത്ത്, അതേപോലെ എറണാകുളത്തിന് തെക്കായിട്ടുള്ള ഭാഗത്താണ് നിലവിൽ കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുള്ളത്. ആലപ്പുഴ ഭാഗം, അതേപോലെ ചേർത്തല ഭാഗത്തോടടുത്തുള്ള തീരപ്രദേശങ്ങളിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. എറണാകുളം തീരത്തേക്ക് പോലും പ്രോബബിലിറ്റി കാണിക്കുന്നില്ല. ഹൈലി സംശയമുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് എത്തുക. ഇപ്പോൾ മണിക്കൂറിൽ 1 കിലോമീറ്റർ എന്ന വേഗതയിലാണ് കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ഭാഗത്താണ് പ്രധാനമായിട്ടും ഈ കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുള്ളതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സാധ്യതാ മാപ്പ് എന്ന് പറയുന്നത്. അതേസമയം കായംകുളം അടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ. അവിടെ യെല്ലോയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക. റെഡ് കൊടുത്തിരിക്കുന്ന ഭാഗം ഏകദേശം ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ ആലപ്പുഴ മുതൽ ചേർത്തല വരെയുള്ള ഭാഗത്തായിരിക്കും. ഏകദേശം ആ ഭാഗത്താണ് കപ്പൽ ചരിഞ്ഞു കിടക്കുന്നത്. അവിടെ നിന്നായിരിക്കും കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുള്ളത്. എറണാകുളം ഇവിടെയാണ്, അവിടെ സാധ്യത കാണിക്കുന്നില്ല. തൃശ്ശൂർ ഭാഗത്തും സാധ്യത കാണിക്കുന്നില്ല. ബാക്കി ഒരിടത്തും അത്രയും വലിയ സാധ്യതയില്ല. എന്നാൽ റെഡ് കാണിക്കുന്ന സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എറണാകുളത്തിന് തെക്കുമാറി ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്ത് കണ്ടെയ്നർ വരാനുള്ള സാധ്യതയുള്ളതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സാധ്യതാ മാപ്പിലുള്ളത്, സാധ്യതാ ഭൂപടത്തിലുള്ളത്. പ്രേക്ഷകർക്ക് കാണാം. എറണാകുളത്തിന് തെക്കോട്ട് മാറിയിട്ടുള്ള കടൽ തീരത്തായിരിക്കും വരാൻ സാധ്യതയുള്ളത്. എന്നാൽ അത് കൊല്ലം വരെ പോകുന്നില്ല. കൊല്ലത്തും ലെസ് മോഡറേറ്റ്ലി സസ്പെക്റ്റബിൾ എന്നാണ് പറയുന്നത്. അവിടെ എത്തിച്ചേരുന്നത് അത്ര സാധ്യത വളരെ കുറവായിരിക്കും. ഈ പ്രദേശങ്ങളെല്ലാം പൊതുവെ നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം. പ്രത്യേകിച്ച് കൊച്ചിക്ക് അല്ലെങ്കിൽ എറണാകുളത്തിന് തെക്കോട്ട് ആലപ്പുഴ ഭാഗം വരെയുള്ള ഭാഗങ്ങളിലായിരിക്കും ഈ കണ്ടെയ്നറുകൾ വന്ന് അടിയാൻ സാധ്യതയുള്ളത്. 8 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ പുറത്തു വീണിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം.